ചേട്ടാ കടന്നു വാ എല്ലാവരും ചേർന്ന് വരൂ. ഇനി CPM-ലും കോൺഗ്രസിലും എന്താ സ്ഥിതി? അവിടെ എന്താ നടക്കുന്നത്? ഈ മുങ്ങുന്ന കപ്പലിലേക്ക് ആരെങ്കിലും പോവോ? അതെ, എവിടെ വരെ പോകും നോക്കട്ടെ. ഞാൻ പറഞ്ഞില്ലേ, പറഞ്ഞ ഞാക്കെന്താ ഓനെ ഞാളെന്തിനാ പേടിക്കുന്നത്? കളിച്ചാലുണ്ടല്ലോ ഞാളോട്. 1 week later. നമ്മൾ ആഗ്രഹിച്ച സുദിനം സമാഗതമായിരിക്കും. ഇതാണ് ആ കാഴ്ച, ആവശ്യപ്പെട്ട കാഴ്ചയാണ്. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. അവര് വഴക്ക് പറഞ്ഞ ചെങ്ങായിമാരായില്ലേ? എപ്പോ നേരം വെളുത്ത് ഇത്രയല്ലേ ആയുള്ളൂ? ഇന്നലെ രാത്രി 10:15 വരെ ഞാൻ പിള്ളേച്ചന്റെ കൂടെ ഉണ്ടായിരുന്നു. അതുവരെ അവർ ചങ്ങാതിമാരല്ല. അദ്ദേഹം വളരെ നന്നായിട്ട് കോൺഗ്രസിനെ ഡിഫെൻഡ് ചെയ്യുന്ന ആളാണ്. സന്ദീപിനെ സംബന്ധിച്ച് വളരെ കൃത്യമായി കാര്യങ്ങൾ പഠിച്ചവതരിപ്പിക്കുകയും വേണ്ടി വന്നാൽ എന്തടാ എന്ന് ചോദിച്ചാൽ മറുപടി പറയാൻ ആംബിയറുള്ള ഒരു നേതാവ് തന്നെയായിരുന്നു. മഞ്ജുഷേ, ഇമാതിരി തെമ്മാടികളെ കൊണ്ടുവന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ Flashback. അദ്ദേഹം CPM-ൽ വന്നു കഴിഞ്ഞാൽ ഒരു കേഡർ എങ്ങനെയാണോ ഞങ്ങൾ സംരക്ഷിക്കാൻ ഞങ്ങളുടെ ശരീരവും മനസ്സും ചെലവഴിക്കുന്നത്, അതേപോലെ തന്നെ വരുന്ന എല്ലാ ആൾക്കാർക്കും ആ സംരക്ഷണമുണ്ട്. അദ്ദേഹത്തിൻ്റെ നിലപാടിനെ ആശ്രയിച്ചിരിക്കും. ഞങ്ങളെ സംബന്ധിച്ച് ഓരോരുത്തരെടുക്കുന്ന നിലപാട് എന്താണെന്നുള്ളതാണ് പ്രധാനം. ഏത് വ്യക്തിയാവട്ടെ ആ നിലപാട് അറിഞ്ഞിട്ട് നമുക്കതിനെക്കുറിച്ച്. End of flashback. ഞങ്ങളെ സംബന്ധിച്ച് അത്തരമൊരാളെ എടുക്കുന്നത് ചിന്തിക്കാൻ പോലും കഴിയുന്ന കാര്യമായിരുന്നില്ല. അത്ര ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല, പിള്ളേർ സർപ്രൈസ് ആയതുകൊണ്ടാണ്. മുഹബത്ത് കാ ദുക്കാനിൽ സന്ദീപിന് വലിയ കസേരകൾ കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുക. ആ എന്റെ ചെറുക്കനോർത്ത് ഈ എന്തിനാ മാധവൻ കുട്ടി ഇങ്ങനെ വിഷമിക്കലേ? ഓനോന്റെ പാട്ടിന് പോട്ടെ. അവൻ അങ്ങനത്തെ ഒരുത്തനാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ജോസിന്റെ എല്ലാ പ്രവർത്തനവും നമ്മുടെ നാടിന്റെ വികസനത്തിനാണല്ലോ എന്ന് ഓർക്കുമ്പോ ഒരാശ്വാസം.